ജൂൺ 7-ാം തീയതി ആയിരുന്നു കേട്ടോ ഇക്കാക്കയുടെ കല്യാണം. നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീച്ച് ഒരുങ്ങിയിരിക്കുക കേട്ടോ. 10 മണിക്ക് നമുക്ക് ഇവിടുന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. ഒറ്റ ആൾക്കാർ ഒരാളെ വിളിക്കുമ്പോൾ അടുത്ത ആൾ പോകുമല്ലോ, അത് അങ്ങനെ തന്നെയാണല്ലോ. ബ്ലാക്ക് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഡ്രസ് കോഡ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനും എന്റെ ചോട്ട് ഒഴിച്ച് ബാക്കി എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് തന്നെ ഇട്ട് കേട്ടോ. ഈ സൗന്ദര്യത്തിന് മുന്നിൽ പിന്നെ 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ ദുആയൊക്കെ ചൊല്ലിയിട്ട് വീട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയ പാടെ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിൽ നിന്നാ കേട്ടോ ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ പോയി കയറിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. നമ്മുടെ നൈന് സുന്ദരി മണിയായിട്ട് കണ്ണാടിയൊക്കെ വെച്ച് കിടിലമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഉറക്കമൊക്കെ വരുന്നോണ്ടായിരുന്നു സുന്ദരി ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ ചോട്ടൂന് ഒരു നിമിഷം പോലും ടൂറിസ്റ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അടങ്ങിയതിൽ നിൽക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഏകദേശം 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ അടൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് കയറി പോകുന്നതാണ് കേട്ടോ. എല്ലാവരും ബ്ലാക്ക് ആണ്, നമ്മൾ മാത്രം കളർ വ്യത്യാസമാണ്. ഈ കയറിയപ്പോഴത്തേക്കാണ് ചക്ക നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പെണ്ണിന്റെ ഗ്രാൻഡ് എൻട്രി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇക്കാക്കയുടെ മുഖം നോക്കി എന്ത് പേടിച്ചാ നിൽക്കുന്നതെന്ന്. അടുത്തത് സ്റ്റേജിൽ കയറി താലിമാലൊക്കെ ഇടാനും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇരുത്തിയൊക്കെ വേട്ടോ. പിന്നെ നമ്മൾ സുറുമിത്താണല്ലോ നാത്തൂന്, അതുകൊണ്ട് താലിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വന്ന പോക്ക് ഇത് തന്നെയായിരുന്നു കേട്ടോ വണ്ടിയിലെ പരിപാടി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാനും ചെറുതായിട്ടൊന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു.